വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ. മാൻ സിറ്റി 3 യുണൈറ്റഡ് 1. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല, നമ്മൾ തന്നെ മാന്യമായിട്ട് തന്നെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ പ്രീ മാച്ച് ലൈവ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. നമ്മുടെ ബെഞ്ച് ക്വാളിറ്റിയും അതുപോലെ തന്നെ അവരുടെ ബെഞ്ച് ക്വാളിറ്റിയും തമ്മിൽ ജസ്റ്റ് ഇന്നലെ ആ ഒരു ബെഞ്ചിലേക്ക് തന്നെ നോക്കിയപ്പോൾ തന്നെ അതിനകത്തുള്ളൊരു അന്തരം തന്നെ നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് എന്തെങ്കിലും ശരിക്കും പറഞ്ഞ പ്രശ്നമുള്ളപ്പോൾ ജൂലിയൻ അൽവാരസ്, ജോസ്കോ ഗ്വാഡിയോള്, കോവാച്ചിച്ച്, വേറെ പ്ലേയേഴ്സിനൊക്കെ ഇങ്ങനെ ഇറക്കി വിടാനുണ്ട്. നമ്മുടെ ബെഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്പവാല, അതുപോലെ തന്നെ ഫോർസൺ, അമർബാത്ത്, ആൻ്റണി, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. ഫോമിലല്ലാത്ത പ്ലേയേഴ്സൊക്കെയാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കണ്ടു. ജൂലിയൻ അൽവാരസ് വന്നപ്പോഴാണ് പിന്നീട് അവരുടെ സെക്കൻഡ് ഗോൾ വന്നത്. അതിനുശേഷം പിന്നെ അമർബാത്തിൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ് അവരുടെ തേർഡ് ഗോൾ വന്നത്. അപ്പോൾ അങ്ങനെ ഓവറോൾ നമ്മുടെ ബെഞ്ച് ക്വാളിറ്റിയും അതുപോലെ തന്നെ സ്ക്വാഡ് ക്വാളിറ്റിയുടെയും ആ ഒരു ഡിഫറൻസ് ഓവറോൾ ആ മത്സരത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ ഡിഫെൻസീവായിട്ടിരുന്നു. നമ്മുടെ ഗെയിം പ്ലാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ടായി. ആക്ച്വലി ആ ശരിക്കും ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. കാരണം മാൻ സിറ്റി കാര്യമായിട്ടുള്ള ചാൻസുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ല എന്നുള്ളതാണ്. ഫോർഡന് കിട്ടിയൊരു ചാൻസ്, അതുപോലെ തന്നെ ഹാലൻ്റെ ഒരു സിറ്റർ മിസ്സാക്കിയത്, അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡിഫെൻസീവായിട്ട് നല്ല കോമ്പാക്റ്റായിട്ട് കോൺസെൻട്രേഷനോടുകൂടി തന്നെ ഡിഫെൻസീവായിട്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പ്രീ മാച്ച് ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു സ്ക്വാഡ് കണ്ടിട്ട് അത്രയധികം ഗോൾ വഴങ്ങുമെന്ന് തോന്നുന്നില്ല എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. റാഷ്ഫോർഡ് അടിച്ച ഗോള് അത് കിടിലൻ ഗോളായിരുന്നു, ഒന്നും പറയാനില്ല. അതിനുശേഷം പിന്നെ റാഷ്ഫോർഡ് കാണിച്ചു കൂട്ടി കാര്യങ്ങൾ ഓർത്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു കളി, ആ ഒരു 2 ക്ലീൻ ഓപ്പർച്യൂണിറ്റീസ്, അത് നേരെ കയറിപ്പോകാവുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി അത് തല വെച്ച് കുത്തി നേരെ താഴേക്ക് അടിച്ച് പുറകിലേക്ക് പോയി. അതിനുശേഷം പിന്നെ ആ ഒരു ഷോട്ട് എടുക്കാൻ പറ്റിയൊരു അവസരം, ആ ക്രോസ് വന്നു, അതും കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ആ കൈൽ വാക്കറിൻ്റെ ആ ഒരു ഫൗളിൻ്റെ ഒരു കാര്യം പറയുന്നത് അത് സോഫ്റ്റ് സംഭവമായിരുന്നു. അതിപ്പോൾ ഒരു 60-40 എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനാണ്. നമുക്കത് നമ്മുടെ അനുകൂലമായിട്ട് പോകണമെന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ റാഷ്ഫോർഡ് ഇടിച്ച് കയറി പോകാവുന്ന ഒരു കാര്യം ഉണ്ടായുള്ളൂ. പക്ഷേ അവൻ ഫൗളിന് വേണ്ടിയിട്ട് അവനവിടെ വീണു. ആ ഒരു ഗ്യാപ്പിലാണ് അപ്പുറത്ത് പോയി ഫിൽ ഫോർഡൻ ഗോൾ അടിച്ചത്. അങ്ങനെയാണ് അവരുടെ ഫസ്റ്റ് ഗോൾ വന്നത്. റാഷ്ഫോർഡിൻ്റെ ഇൻവോൾവ്മെൻറ്റ് മത്സരത്തിൽ ഭയങ്കര ശോകമായിരുന്നു. ആ ഒരു സ്ക്രീമർ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബ്രൂണോ വിചാരിച്ചത്ര മോശമൊന്നും അല്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ബ്രൂണോയുടെ ചില പ്രസിംഗിൽ നിന്നൊക്കെ നമുക്ക് ചില ഓപ്പർച്യൂണിറ്റീസൊക്കെ വന്ന് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ഗോൾ വന്നതിലും ബ്രൂണോയുടെ ഇതുണ്ട്. അതുപോലെ ഒനാന വളരെ നല്ല കളിയായിരുന്നു ഫസ്റ്റ് ഗോൾ വന്ന വരെ. അതുവരെ പുള്ളിക്കാരൻ നന്നായിട്ട് തന്നെ ഗോൾ കീപ്പും ചെയ്തു. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഗോൾ വന്നതിന് ശേഷം പിന്നെ എല്ലാവരുടെയും എനർജി താഴേക്ക് പോയി. അത് സാധാരണ യുണൈറ്റഡ് പ്ലേയേഴ്സിന് സംഭവിക്കുന്ന സ്ഥിരം കാര്യം തന്നെ. എതിരാളി ഒരു ഗോൾ അടിക്കുന്നു, പിന്നെ അതിന് ശേഷം അത്ര നേരം ഉണ്ടായിരുന്ന കോൺസെൻട്രേഷനൊക്കെ എല്ലാവരും താഴേക്ക് പോകുന്നു. സെക്കൻഡ് ഗോള് ഒനാനയ്ക്ക് തടയാവുന്നൊരു ഗോളായിരുന്നു. അതും ടോപ്പ് ഗോൾ കീപ്പേഴ്സൊക്കെ അങ്ങനത്തെ ഗോൾ കൺസീഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പിന്നെ ഒന്നും പറയണ്ട, നമ്മുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയി. പിന്നെ നമ്മുടെ ബെഞ്ച് പ്ലേയേഴ്സ് വന്നതാണെങ്കിലും ക്വാളിറ്റി ഇല്ലാത്തവരായിരുന്നു. ഇവിടെ നന്നായിട്ട് കളിച്ച് തീർച്ചയായും ഫോർഡനാണ്. ഫോർഡൻ ഒരു പാസ് കൊടുത്തത് കണ്ടായിരുന്നു. ഒരു ചുമ്മാ തിരിഞ്ഞിട്ട് ബോക്സിൻ്റെ ഇപ്പുറത്ത് അപ്പുറം സൈഡിലേക്ക് കൊടുത്തു. എന്നിട്ട് ബെർണാഡോ അത് ഹെഡർ ചെയ്ത് ഹാലൻഡിന് വെച്ച് കൊടുക്കാൻ നോക്കിയോ. എന്ത് പാസ്സാണ്! അതുപോലെ ഒരു പാസ് കൊടുക്കാൻ പറ്റിയ ഒരു വിങ്ങർ നമുക്കുണ്ടോ? അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇത്രയധികം പൈസയൊക്കെ മുടക്കി ആൻ്റണി ഉണ്ട്, സാഞ്ചോനൊക്കെ മേടിച്ചതാണ്, വേറെ പലരും നമ്മുടെ ടീമിലുണ്ട്. പക്ഷെ ഒരു ക്വാളിറ്റി പാസ് കൊടുക്കാൻ പറ്റിയ ആരും ഒരൊറ്റ മനുഷ്യനില്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മൾ ആ ഒരു ഫസ്റ്റ് ഗോൾ വഴങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നുണ്ടായില്ല എന്നുള്ള. അവർ ഭയങ്കര രീതിയിൽ പ്രഷർ ചെയ്യുന്നു, നമ്മൾ എന്തെങ്കിലും മിസ് പാസ് കൊടുക്കുന്നു, നമ്മുടെ എന്നുള്ള എറേഴ്സ് വരുന്നു. അങ്ങനെ 60 മിനിറ്റിന് ശേഷം പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി കൺട്രോൾ പോയി. അതാണ് സംഭവിച്ചത്. ക്വാളിറ്റിയിലുള്ള അന്തരം തന്നെയാണ്. ഈ കളിയിൽ മാനേജറിനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. 1-2 ഓപ്പർച്യൂണിറ്റിയൊക്കെ റാഷ്ഫോർഡിന് കിട്ടിയത് അത് ഏതെങ്കിലും ഓരെണ്ണെങ്കിലും അടിച്ചിരുന്നെങ്കിൽ കളിയുടെ ഗതി തന്നെ മാറിയേനെ എന്നുള്ളതാണ്. സോ വാട്ട് ഡു യു ഗൈസ് തിങ്ക്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.